അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ എൻ്റെ മകൾ തന്നെയാണ്. അവൾ ആദ്യ അവസാനം വരെ ഈ ചെറുപ്രായത്തിൽ ഖുർആൻ മൊത്തം ഓതി തീർക്കുക എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ കാര്യം തന്നെയാണല്ലേ. നമുക്ക് തന്നെ എന്തൊരു മടുപ്പായിരിക്കും ഖുർആൻ ഓതി തീർക്കുക. ഖുർആൻ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര മടുപ്പും മുടുപ്പൊക്കെ ആയിരിക്കും, മുഷിപ്പായിരിക്കും, ഒരു ഉറക്കം വരാനൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ മകൾ അൽഹംദുലില്ലാഹ് അവൾ നല്ല ഉഷാറോട് കൂടി തന്നെയാണ് ഓതായിരിക്കുന്നത്. എനിക്ക് മടുപ്പ് വന്നാലും അവൾ പറയും, ഉമ്മ എനിക്ക് ഓതണമെന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അതിന് പ്രാപ്തമാക്കിയത് നമ്മുടെ അൽമനാറിലെ ടീച്ചേഴ്സ് തന്നെയാണ്. അവർക്ക് ആദ്യം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ കുഞ്ഞു മക്കളെ, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും വളർന്നു വരാനും കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഖുർആൻ്റെ എന്താണ് ഖുർആൻ എന്ന് നമുക്കറിയാം. ഖുർആൻ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട അത്ഭുതമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇളം മനസ്സിലേക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ മകൾ, അതായത് നമ്മുടെ മക്കൾ, അവർ സ്വാലിഹായ മക്കളായി വളർന്നു വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ ഈ വർഷം തന്നെ അസാൻ ഫാറൂഖ് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് നമ്മൾ എത്ര പറഞ്ഞാലും അവൻ 5 പ്രാവശ്യം ഖത്തമുൽ ഖുർആൻ ഓതി തീർത്തിരിക്കുകയാണ്. അത് നമ്മുടെ ടീച്ചർമാരുടെ ഭയങ്കര പ്രയത്നത്തിലൂടെ തന്നെയാണ്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും എന്താ പറയുക, എനിക്ക് സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ എന്താണ്, അവർ സ്വപ്നം കാണട്ടെ. നമ്മുടെ ചാച്ചാജി പറഞ്ഞ മാതിരി അവർ സ്വപ്നം കാണട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കേണ്ട. അവർ സ്വപ്നം കാണട്ടെ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ. ചിലപ്പോൾ നാളത്തെ നെഹ്റുവോ നാളത്തെ ന്യൂട്ടനോ ആയി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ സ്വപ്നം കാണട്ടെ, നമ്മുടെ സ്വപ്നം അവരെ അടിച്ചേൽപ്പിക്കേണ്ട. ഇൻഷാ അല്ലാഹ് സ്വാലിഹായ മക്കളായി വളരുവാൻ അള്ളാഹു നമ്മുടെ മക്കളെ ഹൈറാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.